ദൃശ്യ ടി വി എന്ന് പറയുന്നത് ഏകദേശം 75ഓളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ തണലിൽ ഏകദേശം 50,000-ഓളം വരുന്ന കുടുംബങ്ങളുമായി ദൈനംദിനം സമ്പർക്കം പുലർത്തുന്നവരാണ് ഞങ്ങൾ. കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേവലം പുറമേയുള്ള കാഴ്ചകൾ മാത്രം കാണുകയല്ല, ഓരോ വീട്ടകങ്ങളിലെയും ഓരോ വീട്ടിലെയും യാഥാർത്ഥ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ജനകീയ MLA ശ്രീ CR മഹേഷ് അവർകളാണ്. ദൃശ്യ ടി വിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലുള്ള അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ദൃശ്യ ടി വിയുടെ 25ാം വാർഷികത്തിന്റെ ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ദേവസ്വം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ അവർകളാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ എളിമ തന്നെയാണ് നമുക്ക് ഓരോരുത്തരും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ശ്രീ K രാധാകൃഷ്ണൻ മിനിസ്റ്ററെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രശസ്ത അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാളെ കണ്ടെത്തി നമുക്ക് ഒരു പുരസ്കാരം സമർപ്പിക്കണം എന്നൊരു ആലോചന വന്നു. ഞങ്ങളുടെ ചർച്ചയിൽ വേറൊരാളെ കുറിച്ച് പോലും ചിന്തിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നില്ല. ഒരേ ഒരു പേര് മാത്രമേ ആ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ളൂ. അത് നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ദയാഭായി അമ്മയാണ്. പ്രഥമ ദൃശ്യ ടി വി കാരുണ്യ സ്പർശം പുരസ്കാരം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ദയാഭായി അമ്മയെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മളുടെ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനായ ദയാഭായി അമ്മയെ ഇവിടെ പരിചയപ്പെടുത്തുന്ന കർത്തവ്യം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ അബ്ബ മോഹൻ അവർകളെ ദൃശ്യ ടി വിക്ക് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു ജനകീയ ബദൽ സംവിധാനമായി ഈ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുവാനും രാജ്യത്താകമാനമുള്ള ചെറുകിട കച്ചവട മേഖലകൾക്ക് ഭീഷണിയാകുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് നൽകി രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇന്റർനെറ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ 6ാമത്തെ പട്ടികയിൽ ഇടം നേടാനും ദൃശ്യ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആകത്തുകയായ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നിരന്തരമായി അവഗണിച്ച് പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞ് അവിടെ നിന്നൊക്കെ തന്നെയാണ് ഇന്ന് രാജ്യത്തെ എല്ലാ തലത്തിലും പ്രോത്സാഹിപ്പിക്കാൻ 4 ചുറ്റും ആളുകൾ നിൽക്കുന്ന റിലയൻസിനെ പോലുള്ള സംവിധാനങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ നാട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഇനിയും ഈ നാടിനെ ചേർത്ത് പിടിച്ച്, അതാണ് ഒരു ചാരിറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ ദൃശ്യ ടി വി ഒരു ചാരിറ്റി നാളെ മുതൽ തുടങ്ങുകയല്ല, 50,000 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു ചാരിറ്റി തുടങ്ങുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി മാറിയ, ഒഴുക്കിനെതിരെ നീന്തിയ, അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ, ദുഃഖം അനുഭവിക്കുന്നവരുടെ എല്ലാം കണ്ണീരൊപ്പാൻ നമ്മുടെ സമൂഹത്തിൽ അവതരിച്ച പ്രിയപ്പെട്ട ശ്രീമതി ദയാഭായി അമ്മ, വളരെ അഭിമാനമാണ് ഇതുപോലെ ഒരു ചാനൽ ദൃശ്യയുടെ പ്രഥമ ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ നമ്മുടെ വേദിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ ആദ്യമായി എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ അവരെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള പ്രിയങ്കരനായ സഹോദരൻ ശ്രീ അബ്ബ മോഹൻ അവറുകളാണ്. ദൃശ്യ ടി വിയുടെ 25ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നു.
ഓരോ വ്യക്തിയും മാധ്യമ പ്രവർത്തകരായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇവിടെ കാരുണ്യ പ്രവർത്തനത്തിനാണ് ദയാബായി അമ്മയെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നമ്മൾ ഏതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണോ ട്രസ്റ്റ് ആരംഭിക്കുന്നത് ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിയണം. അവിടെ നല്ലപോലെ സത്യസന്ധത നമുക്ക് പുലർത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഇവിടെ ദയാബായി അമ്മയാണ് നമ്മൾ ആദ്യത്തെ ട്രസ്റ്റിൻ്റെ ദൃശ്യ കാരുണ്യ പുരസ്കാരം നൽകുന്നത്. അവരെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പേര് അബ്ബാ മോഹൻ, എന്താ ഈ അബ്ബാ മോഹൻ ഇതേകൊണ്ട് അപ്പോൾ പറയുമായിരിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതൽ ദയാബായി അമ്മ പ്രവർത്തിച്ചത്. ആദിവാസികളുടെ ഊരുകളിലേക്ക് ചെന്ന് അവരുടെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ചെന്ന് അവരോടൊപ്പം ജീവിച്ച് അവരുടെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു മഗതിക്കാണ് നിങ്ങളുടെ ആദ്യത്തെ പുരസ്കാരം നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ മഹത്വമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ പട്ടികജാതി പട്ടിക വകുപ്പ് വികസന വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കെ രാധാകൃഷ്ണൻ അവർകൾ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ശ്രീ അബ്ബാ മോഹൻ, നമ്മുടെ ഇന്നിവിടെ പുരസ്കാരം കൊടുത്ത് ആദരിക്കപ്പെടുന്ന ശ്രീമതി ദയാബായി അമ്മ എൻഡോസൾഫാൻ മേഖലയിൽ ഉൾപ്പെടെ അവിടെ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ സഹായിക്കുവാനും അവർക്ക് സഹായങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുവാനും മുന്നിട്ട് നിൽക്കുന്ന ഒരമ്മയാണ് നമ്മുടെ ദയാബായി അമ്മയെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തകയ്ക്ക് ദൃശ്യ ടിവിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആദരവ്, ഒരു അവാർഡ് കൊടുക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉയർന്നു വരണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നമ്മുടെ ഇന്ന് ഇവിടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ ചാരിറ്റബിൾ സൊസൈറ്റി നല്ല വളർന്ന് ഒട്ടേറെ ആൾക്കാർക്ക് സഹായം കൊടുക്കത്തക്ക നിലയിൽ ഉയർന്നു പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. അടുത്തതായി ദയാബായി അമ്മയെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി ശ്രീ അബ്ബാ മോഹൻ ചേട്ടനെ ക്ഷണിക്കുന്നു. നമുക്കേറെ സുപരിചിതനാണ് ശ്രീ അബ്ബാ മോഹൻ ചേട്ടൻ, പ്രമുഖ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ. ദിനംപ്രതി 1000-ഓളം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന, നിരവധി ഭക്ഷണ അലമാരകൾ സ്ഥാപിച്ച് അക്വാക് എന്ന സംഘടനയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ പോളി മാത്യു അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രഥമ ദൃശ്യ TV കാരുണ്യസ്പർശം പുരസ്കാര ജേതാവ് ബഹുമാനപ്പെട്ട ദയാബായി അമ്മയെ പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ അബ്ബാ മോഹൻ ചേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദൃശ്യകാരുണ്യ പുരസ്കാര ജേതാവ് ദയാബായി, മുമ്പ് മെഴ്സി മാത്യു. കേരള ജനത തിരസ്കരിക്കുമ്പോൾ ലോക ജനത ആദരിക്കുന്ന ദയാബായി നിയമബിരുദധാരി, ബോംബെ നിർമ്മല ഭവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSW ബിരുദം നേടി. വർഷത്തിലേറെയും യൂറോപ്പിലും അമേരിക്കയിലും വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മധ്യപ്രദേശിലെ ബറൂൾ ഗ്രാമത്തിൽ ആദിവാസികളിൽ അവർക്കൊപ്പം ഒരാളായി ജീവിക്കുന്നു. കോട്ടയം ജില്ലയിലെ പൂവരണയിൽ മാത്തു പുല്ലാടൻ മേഴ്സിക്കുട്ടി മാത്തു ദമ്പതികളുടെ 14 മക്കളിൽ ആദ്യം ജനിച്ച ഇരട്ട കുട്ടികളിൽ ഒരു സഹോദരനോടൊപ്പം ഈ ദൃശ്യശ്രാവ്യ ലോകത്തേക്ക് ആകെയായി. നമ്മുടെ ഭാരതത്തെ വൈദേശിക ശക്തികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളി, ജയിൽവാസമൊക്കെ അനുഭവിച്ചയാൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ ആദരവ് പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ അത് വാങ്ങാതെ എന്റെ രാജ്യത്തിനായി പോരാടിയത് അതിനുവേണ്ടിയല്ല, അതിനൊരു പാരിതോഷികവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ദേശാഭിമാനിയുടെ മകൾ മെഴ്സി. കുട്ടിക്കാലത്ത് തന്നെ മഹാന്മാരുടെ കഥകൾ പിതാവിൽ നിന്ന് കേട്ട് വളർന്ന കുട്ടി ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് താഴെയുള്ളവർ എന്ന് ധരിച്ച്
അവർക്ക് നേരെയുള്ള വിവേചനം ശ്രദ്ധിച്ചിരുന്നു. 17-ാം വയസ്സിൽ സാമൂഹ്യ സേവനം എന്ന ലക്ഷ്യവുമായി വടക്കേ ഇന്ത്യയിലെ ഒരു മഠത്തിൽ ചേർന്നു. ക്രിസ്തുമസ് രാവിൽ അവിടെ മറ്റെങ്ങും പള്ളികളില്ലാത്തതിനാൽ താൻ താമസിക്കുന്ന മഠത്തിന് മുന്നിൽ അവിടെ നിന്ന് നൽകുന്ന ഭക്ഷണപ്പൊതികൾ വാങ്ങുവാൻ ഭാണ്ഡക്കെട്ടുമായി കൊടും തണുപ്പിൽ തീയും കാഞ്ഞു നിൽക്കുന്ന ദരിദ്രരായ ആദിവാസി കുട്ടികളെ കണ്ട് ഹൃദയം തകർന്ന് മദർ സുപ്പീരിയറിനോട് കരഞ്ഞു പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കൂ, അവർക്കിടയിലാണ് എൻ്റെ സ്ഥാനം. ആ അമ്മ ആദിവാസി ഗ്രാമത്തിൽ ഇന്ന് അവരോടൊപ്പം അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി ജീവിക്കുന്നു. ആദ്യമായി ആ ഗ്രാമത്തിൽ പോയപ്പോൾ നീ ആരാണ്, എന്തിനിവിടെ വന്നു, ഞങ്ങൾ കുരങ്ങന്മാരാണ് എന്ന ആദിവാസി മൂപ്പന്റെ വാക്കുകൾ ഹൃദയത്തിൽ തറച്ചു. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ വിശ്വാസം നേടണം. അതിനായി അവരുടെ വേഷം ധരിച്ച് അവർ ധരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് അവരെ പോലെ മൺമേട് സ്വയം നിർമ്മിച്ച് അതിൽ താമസിച്ച് അവർക്കൊപ്പം പാടങ്ങളിൽ പണിയെടുത്തു. അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു. പാവങ്ങൾ തിരിച്ചറിഞ്ഞു, വിളിച്ചു, ബായ് ദയാബായ്. ഇതിനിടയിൽ നിയമബിരുദം MSW ബോംബെ നിർമ്മലാ ഭവനിൽ നിന്നും കരസ്ഥമാക്കിയിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും വിവിധ പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും അഭിസംബോധന ചെയ്യുന്ന ദയായ് ഭായി അമ്മയെ അവിടെ ആരും വില കുറഞ്ഞ പരുത്തി തുണിയുടെയും കാതിലും കഴുത്തിലും അണിയുന്ന ഗോത്രവർഗ ആഭരണങ്ങളുടെയും പേരിൽ വില കുറച്ച് കണ്ടിട്ടില്ല. അവിടെ എല്ലാവരും ആദരവോടെ നോക്കിക്കാണുമ്പോൾ തൻ്റെ നാടായ തന്നെ തിരിച്ചറിയാത്ത കേരളത്തിൽ മാത്രം അമ്മയെ അവഗണിക്കുമ്പോൾ അമ്മയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അമ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൈത്താങ്ങാവുന്ന തരത്തിൽ അംഗീകാരവുമായി ഒരു പുരസ്കാരം നൽകി ആദരിക്കുവാൻ മുന്നോട്ട് വന്ന ദൃശ്യ TV ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഈ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരു പൊൻതൂവൽ ആകും എന്നതിൽ ഒട്ടും സംശയമില്ല. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലമായി നിസ്വാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട ദയാഭായി അമ്മയെ പ്രഥമ ദൃശ്യ TV കാരുണ്യസ്പർശം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ദൃശ്യം ചാനലിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമൊക്കെ അവാർഡെന്ന് പറയുമ്പോൾ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. എനിക്കോ എന്തുകൊണ്ട്. പക്ഷെ ഇപ്പോൾ അവാർഡെന്ന് പറയുമ്പോൾ പൈസ കിട്ടുന്നവർക്ക് സന്തോഷമാണ്. കാരണം 10-12,000 മക്കളുള്ള ഒരു അമ്മയാണ്. അവർക്ക് ജീവിക്കണം, ജീവിക്കാനുള്ള സാധ്യതകളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പം പൈസ ഒത്തിരി കാര്യമാണ്. പക്ഷേ എന്നാലും ഈ അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് എൻ്റെ ആദ്യമൊക്കെ ഞാൻ തുറന്ന് പറയില്ലായിരുന്നു. പ്രണയിച്ച് ജീവിച്ചതിന് പ്രണയത്തിൽ പെട്ടുപോയവരിന് അവാർഡ് കൊടുക്കുമാരെങ്കിലും. എൻ്റെ പപ്പായുടെ മടിയിലിരുന്ന് രാത്രിയിൽ കുറേ കഥകൾ കേൾക്കും, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും. അങ്ങനെ ഒരിക്കൽ ഗാന്ധി അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞു. ഗാന്ധി അപ്പൂപ്പനെ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു മുണ്ടും ഉടുത്ത് ഒരു പൊത്തും പൊതിച്ച് തടി കൊണ്ടുള്ള ചെരുപ്പും ഇട്ട് വടിയും കുത്തി ഇറങ്ങി നടന്ന് ആളുകളുടെ ഇടയിലേക്ക് പ്രത്യക്ഷനായി. അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത്. ഗാന്ധിയോടുമല്ല, പപ്പായോടുമല്ല, ആ ജീവിതം. ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം all fraternity, assuring the dignity of the individual
unity and integrity of the nation in our Constituent Assembly this 26th day of November 1949, enact, adopt and give to ourselves this constitution. ഈ വാഗ്ദാനവും ഈ ഉത്തരവാദിത്വവും ജീവിക്കാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ കുറെ കറങ്ങിയത്. എവിടെയെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, ഇങ്ങനെയൊക്കെ കറങ്ങി അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാവുന്നതൊക്കെ പഠിച്ചു. എല്ലാം സ്വന്തം നേഴ്സിംഗ് റെഫ്യൂജി ക്യാമ്പിൽ പോയി, ബംഗ്ലാദേശിൽ പോയി, ഇവിടെ എല്ലാം പ്രവർത്തിച്ച് എന്നെ എനിക്ക് കുറെ കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടി. എന്താണ് ആവശ്യം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ജീവിതം ജീവിക്കേണ്ടത്. എൻ്റെ പ്രണയം ഒരു ജീവിത ശൈലിയായിരുന്നു, ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോടോ അല്ല. ആ ജീവിത ശൈലി അന്വേഷിച്ച് ഞാൻ കഷ്ടപ്പെട്ട് വഴി കണ്ടുപിടിക്കാൻ. ഇത് ക്ലിയർ ആയി കഴിഞ്ഞപ്പം എനിക്ക് വഴി ഏതാണ്ട് ക്ലിയറായി. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇങ്ങനെയുള്ള പണിയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ എന്നാലും ഇറ്റ് വാസ് നോട്ട് ഫുള്ളി ക്ലിയർ. ഞാൻ ഈ മധ്യപ്രദേശിൽ ആദ്യം വന്നപ്പോൾ MSW LLB ഇതെല്ലാം കൊണ്ട് ഇവിടെ വന്നപ്പോൾ 5 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്ത് അവരുടെ കൂടെ ജീവിച്ചാണ് തുടങ്ങിയത്. കാരണം അവർ റോയൽ വർഗമാണ്, രാജവംശമാണ്. 11 സെഞ്ച്വറീസ് ഭരിച്ചിരുന്ന രാജവംശം. അവർക്ക് ലാൻഡുണ്ട്, പക്ഷേ അറിവില്ല, വിദ്യാഭ്യാസമില്ല. അതിൻ്റെ ഫലമായി ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾ. അവരുടെ ഇടയിൽ ഈ കൂലിപ്പണി ചെയ്ത് അവരിൽ ഒന്നായി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ ഫൗണ്ട് മൈ വേ. കാസർഗോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത്. ഇന്ന് എല്ലാവരും, നേരത്തെ ദയാബായി, ദയ എന്നൊക്കെ വിളിച്ചിരുന്നു. ഇപ്പം എല്ലാവരും ദയാബായി അമ്മ. ഓക്കെ, ഞാനത് ഏറ്റെടുന്നു. അപ്പോൾ ഒരമ്മയ്ക്ക് ഒരു ചുമതലയുണ്ട്, കുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കുക. ഞാൻ കാസർഗോഡിൻ്റെ അമ്മ. ഈ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതേ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ പണ്ട് കുറേ സ്ഥലങ്ങളെടുത്തൊരു കാഷ്യൂ പ്ലാന്റേഷൻ ഉണ്ടാക്കി. ഞാൻ നീട്ടി പറയുന്നില്ല. അതിൽ പൂവായപ്പോൾ മരുന്നങ്ങടിച്ച് മരുന്ന്. ഇത് കഴിഞ്ഞ് 20 കൊല്ലം ഹെലികോപ്റ്ററിൽ കൂടെ ഈ മരുന്ന് എൻഡോസൾഫാൻ അടിച്ചു വിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വികൃത ജീവിതങ്ങൾ ജന്മം തുടങ്ങി. മൃഗങ്ങളും കുട്ടികളും, 1.5 കാലുള്ള കുട്ടി, 2 തലയുള്ള പശുക്കുട്ടി, ഇങ്ങനെ പല കുറേ പേക്കോലങ്ങൾ. പിന്നെ അവിടെ ഒരുപാട് പഠിത്തമൊക്കെ നടത്തി. 20 കൊല്ലം അടിച്ചു കഴിഞ്ഞപ്പോൾ സുപ്രീം കോർട്ടിൽ നിന്ന് ഇത് അടിക്കുന്നത് നിരോധിച്ചു. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇത് 150 വർഷം വരെ ഇതിൻ്റെ ആഘാതം തുടരും, 5 തലമുറ വരെ. കാരണം ജനിതകമായിട്ടും മാറ്റങ്ങളുണ്ടാകും. ഞാൻ നീട്ടി പറയുന്നില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഒരു നാടകം വഴി കാസർഗോഡിൻ്റെ സ്ഥിതി കൂടുതലായിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും കൊടുക്കുന്നതിന് പകരം എന്നോടുകൂടി ദൃശ്യ ടിവിക്ക് ഒരുപാട് നന്ദിയും അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന് കൂടുതൽ ആശംസകളും ഇങ്ങനെയുള്ള പദ്ധതി തുടങ്ങുന്നതിനോട് അനുമോദനവും എല്ലാം നേരുന്നു. ഒരു വാക്കും കൂടെ ഞാൻ കഴിഞ്ഞ സമരത്തിൽ, അതിന് കുറച്ച് മുമ്പാണ്, എൻ്റെ നാവിൽ അറിയാതെ വന്നു പോകുന്ന 2 വരികളുണ്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, ഈ ജീവിതം പോരാ. ഈ നിരാഹാരം എൻ്റെ ഉന്മേഷവും
കറേജ് ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഒന്നുകൂടെ എനിക്ക് മൂച്ചും ചുണയും കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ സംഭവവും അത് നന്നായിട്ടാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു അമ്മ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഈ കാരുണ്യ സ്പർശം പുരസ്കാര ശില്പം രൂപകൽപ്പന ചെയ്ത ശ്രീ സി രാജേന്ദ്രൻ സാറിനെ ആദരിക്കുകയാണ്. ഒരു നല്ല കൈയടി കൊടുക്കാം നമുക്ക്.